തന്റെ സജീവമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ് അവസാനമായി അഭിനയിച്ച ജനനായകൻ ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടത്തിനും പ്രതിസന്ധികൾക്കും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ചിത്രം റിലീസ് ചെയ്തത്. ജനനായകന്റെ വരവ് പ്രേക്ഷകർ ആഘോഷമാക്കുമ്പോൾ തന്നെ അവസാനിച്ചത് തമിഴ് സിനിമയുടെ ഒരു യുഗമാണെന്നോർത്തുള്ള വിഷമവും ആരാധകർക്കുണ്ട്. ഒരു കാലത്ത് പരിഹസിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയും ആരാധകരാക്കുകയും ചെയ്ത വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ്. ഒരു വിജയ് ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് പുറത്തിറക്കിയ ജനനായകൻ തിയേറ്ററുകളിൽ മുന്നേറുമ്പോൾ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപോലെ കരയിപ്പിച്ചൊരു വീഡിയോ വൈറലാവുകയാണ്. ജനനായകന്റെ എൻഡ് ക്രെഡിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോയാണിത്. സിനിമ കണ്ടിരുന്നവർക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സമ്മാനം പ്രേക്ഷകരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. വിജയുടെ സിനിമാ സീനുകളും ജനനായകൻ പ്രീ റിലീസ് ഇവന്റിലെ രംഗങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത്. 1 മിനിറ്റും 8 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതും ഒപ്പം സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ വിജയുടെ കരിയറിലെ അവസാന ചിത്രമെന്ന നിലയ്ക്ക് വൻ ഹൈപ്പാണ് ജനനായകന് ലഭിച്ചത്. പൊങ്കൽ റിലീസായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ചിത്രം നേരിട്ടത്. ചിത്രം സെൻസർ പ്രതിസന്ധികളിൽ കുടുങ്ങി 6 മാസങ്ങൾക്കിപ്പുറമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനിടെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിച്ചതും വെല്ലുവിളിയായി മാറി. ഇതെല്ലാം ബോക്സ് ഓഫീസ് സാധ്യതകളെ കാര്യമായി തന്നെ പിന്നോട്ട് അടിച്ചേക്കുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളൊന്നും ചിത്രത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ലെന്ന് ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ വ്യക്തമാക്കുന്നു. അതേസമയം ചിത്രം ആദ്യ ദിനം തന്നെ 100 കോടി കടക്കുമോ എന്ന ചോദ്യം റിലീസിന് മുൻപ് ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതീക്ഷിച്ചിരുന്ന നേട്ടം ഓപ്പണിംഗിൽ ജനനായകന് സ്വന്തമാക്കാനായിട്ടില്ലെന്ന് തന്നെയാണ് വിവരം. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെയായി 78.27 കോടിയാണ് നേടിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് 48.27 കോടിയും നെറ്റ് 41 കോടിയുമാണ്. ആദ്യ ദിനം ലഭിച്ച സമ്മിശ്ര അഭിപ്രായങ്ങൾക്കിടയിലും ആദ്യ വാരാന്ത്യ ബുക്കിംഗിൽ ചിത്രം നേട്ടമുണ്ടാക്കുന്നുണ്ട്. ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ലോകമെമ്പാടുമായി അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ മാത്രം ജനനായകൻ 60 കോടിക്ക് മേൽ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു. തമിഴ്നാട്ടിൽ തിയേറ്ററുകളിലെ ആവറേജ് ഒക്യുപ്പൻസി ഇന്നലെ 90%-അടുത്തായിരുന്നു. വിദേശ മാർക്കറ്റുകളിലെ കളക്ഷൻ കൂടി ചേർക്കുമ്പോൾ കളക്ഷൻ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. വിജയുടെ കരിയറിലെ ഏറ്റവും മികച്ച 3ാമത്തെ ഓപ്പണിംഗ് ആണ് ചിത്രമെന്നും വിലയിരുത്തലുകളുണ്ട്. ലിയോ, ഗോഡ് എന്നീ ചിത്രങ്ങളാണ് ആദ്യ 2 സ്ഥാനത്തുള്ളത്. അതേസമയം പാട്ടും ഡാൻസും ആക്ഷനും ഒക്കെ കോർത്തിണക്കിയ മികച്ചൊരു സിനിമയാണ് ജനനായകനെന്ന് ആരാധകർ പറയുന്നു. അനിരുദ്ധിന്റെ BGMൽ വിജയെ സ്ക്രീനിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണെന്നും ആക്ഷൻ രംഗങ്ങൾ തകർത്തെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. പക്കാ തമിഴ് സിനിമാ വിരുന്ന് പ്രതീക്ഷിച്ച് പോകുന്നവരെയും ജനനായകൻ നിരാശപ്പെടുത്തില്ലെന്ന് സിനിമാസ്വാദകർ കുറിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.